ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അബിൻ. ടെക്കറിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ സ്നാപ്സീഡ് എടുക്കുന്നു. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഞങ്ങളൊരു ഇമേജ് സെലക്ട് ചെയ്യണം. ഒരു പൂവിൻ്റെ ഇമേജാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു വൈറ്റ് ഡേ പോവാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് ഡാർക്ക് തീമൊക്കെ വെച്ചാണ് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ ഉണ്ടാവും. ഞങ്ങളത് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ലിങ്കൊക്കെ പറ്റുമെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ ചെയ്തിട്ട് ലിങ്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കൊടുക്കാം. അപ്പോൾ ടൂൺ ഇമേജ് ടച്ച് ചെയ്യുക. ബ്രൈറ്റ്നെസ് ഒന്ന് നൈസായിട്ട് കുറച്ച് കൊടുക്കുക. കോൺട്രാസ്റ്റ് ഒരു +67, സാച്ചുറേഷൻ ഒരു +38. അങ്ങനെ കൂട്ടി കുറയ്ക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് അവിടെ സ്ക്രോൾ ചെയ്താൽ തന്നെ അതിൻ്റെ ഓരോ ഷാഡോസും പരിപാടി അങ്ങനത്തെ ഓരോ ഇത് വരും. ആംബിയൻസ് കോൺട്രാസ്റ്റ് +100, +69, ബ്രൈറ്റ്നെസ് ഒരു -83. ഇതൊരു ഡേ ലൈറ്റ് ഫോട്ടോയെ നമുക്ക് ഡാർക്ക് തീം ആക്കാൻ പറ്റുന്നതിനെ പറ്റിയാണ് ഈ മൂഡി എഡിറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി ചെയ്യാവുന്നതാണ്. കേർവ്സ് എടുക്കുന്നു, ജസ്റ്റ് ടിക്ക് അടിച്ചാൽ മതി. അത് നിങ്ങൾ ഓവർ ചെയ്യാൻ നിൽക്കണ്ട. ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എല്ലാം പോയി പോകും. കേസ് എടുത്തിട്ട് വേണമെങ്കിൽ നൈസായിട്ട് ആ ഫേഡഡ് ആക്കാം, ഡാർക്ക് അല്ലെങ്കിൽ ഫേഡഡ് വെച്ചാലും മതി. ആ മേളത്തെ ആരോ മാർക്ക് ഞെക്കിയിട്ട് വ്യൂ എഡിറ്റ്സ് ആക്കുക. അപ്പോൾ ഒരു കേർവ്സ് ഒരു ഓപ്ഷൻ വരും. അവിടെ ബ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് നേരെ സൈഡിൽ താഴെ സർക്കിളിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അവിടെ കണ്ണ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, അങ്ങനെ ചെയ്യണമെന്നില്ല. പിന്നെ നമ്മളൊന്ന് കൂട്ടി കൊടുക്കുക. ആരോ മാർക്കാണ് മേലോട്ടുള്ളത്. ആരോ മാർക്ക് കൂട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും സെറ്റാവുക. അതായത് പൂവിൻ്റെ ഒറിജിനൽ കളർ കിട്ടാൻ വേണ്ടിയാണ്. പൂവിൻ്റെ വൈറ്റ് കളർ ഒറിജിനലായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഉണ്ടല്ലോ, ഇതാ പൂവിൻ്റെ ഒറിജിനൽ കളർ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ്. ഇനി മറ്റേ ആരോ മാർക്ക് മേലോട്ട് കൂട്ടി കൊടുക്കുമ്പോൾ മറ്റേ ബാക്ക്ഗ്രൗണ്ടിലെ കളേഴ്സ് കുറച്ചും കൂടി ഡാർക്കായിട്ട് കിട്ടാൻ, മനസ്സിലായല്ലോ. താഴോട്ട് ആരോ മാർക്ക് താഴോട്ടാണെങ്കിൽ നമ്മുടെ പൂവിൻ്റെ കളർ കുറച്ചും കൂടെ ഒന്ന് എഫക്റ്റായിട്ട് കിട്ടാൻ, ആരോ മാർക്ക് മേലോട്ടാണെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ സൂമൊക്കെ വേണമെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി സെലക്റ്റീവ് എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ബ്രൈറ്റ്നസ് ആണ് ഓപ്ഷൻസ് വരുന്നത്. ബി എന്ന് കാണിക്കുന്ന ബ്രൈറ്റ്നസ് ആണ്. കൂട്ട് കുറയ്ക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. സാച്ചുറേഷൻ കോൺട്രാസ്റ്റ് അതാണ് SBC എന്നൊക്കെ ഉള്ളത്. ടിക്ക് അടിച്ചു. പിന്നെ ടൂൾസ് എടുക്കുന്നു. നമുക്ക് വിജിലൻ്റ് ഒരു ഓപ്ഷൻ കാണാം. അവിടെ അതും ഔട്ടർ ബ്രൈറ്റ്നസ് ഇന്നർ ബ്രൈറ്റ്നസ് ഒന്ന് ടിക്ക് അടിച്ച് കൊടുക്കുക. അവിടെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ കാണാം. ഹോൾഡ് ഔട്ട് ചെയ്യുമ്പോൾ ഇതാ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയും കാണാം. ഇനി നമുക്ക് എക്സ്പോർട്ട് സേവ് 1/7. അപ്പം മച്ചാൻ നമുക്ക് നേരെ ഗാലറി കയറി നോക്കാം. നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത ഫോട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ 2-3 സാമ്പിൾസ് എഡിറ്റ് ചെയ്ത സാമ്പിൾസ് ഇതിൻ്റെ എഡിറ്റ് ചെയ്ത വെർഷൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞങ്ങൾ സാമ്പിളായിട്ട് ചെയ്ത് വെച്ചത്. നമുക്കിനി എഡിറ്റ് ചെയ്ത ഫോട്ടോ നോക്കാം. ഇതാ ഫോട്ടോ എടുത്തു. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ഫോട്ടോ. അതിൻ്റെ എഡിറ്റർ വേർഷൻ എന്താ ഇങ്ങനെയാണ്. കിടുവാണ്, പൊളി, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ഫോട്ടോ. ഇതും ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ സാമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പം മച്ചാന്മാരെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് എഡിറ്റർ വേർഷൻസിന് വേണ്ടിയുള്ള വീഡിയോസ്. അപ്പോൾ സ്നാപ്സീഡിൻ്റെ We'll be right back.